Good morning, students. அடுத்த யூனிவர்சிட்டி क्वेश्चन ആണ്. Health survey conducted in a city every 10 years. The following data gives the number of people in thousands having heart diseases as found from the recording of the survey. Year 1961, 1971, 1981, 1991, 2001, 2011. Then number of people in the corresponding years 16, 19, 23, 28, 34, 41. Using Newton's interpolation to evaluate the number of people with the heart diseases in the year 2005. Therefore, 2018 lunch market question ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ ഫോർമുലയാണ് ഉപയോഗിക്കാൻ പറഞ്ഞേക്കണം. അത് ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഓർക്കണം. ഇവിടെ നോക്കിയേ, ഇയർ 2005 എന്ന് പറഞ്ഞാൽ എൻഡിലായിട്ട് വരുന്ന എൻഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ന്യൂട്ടൺസ് ബാക്ക്വേഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. ബിഗിനിങ്ങിലാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ്? ന്യൂട്ടൺസ് ബാക്ക്വേഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണ്? 2005 എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിൽ വരുന്ന ഒരു വാല്യൂ ആണ്. Therefore, we apply the Newton's backward interpolation formula. So Newton's backward interpolation formula നമുക്ക് അത് ആദ്യം എഴുതാം. എന്താണ് Newton's backward interpolation formula? Pnx is equal to yn plus u del yn plus u into u plus 1 by 2 factorial del square yn plus u into u plus 1 u plus 2 by 3 factorial del cubed yn plus etc. ഇതാണ് നമ്മുടെ ഫോർമുല. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയുടെ ഫോർമുലയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. Pnx is equal to yn plus u del yn plus u into u plus 1 by 2 factorial del square yn u into u plus 1 u plus 2 by 3 factorial del cubed yn. ഇത് എൻഡിലായതുകൊണ്ടാണ് നമ്മൾ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചത്. ഇനി ഇതിൽ നമുക്ക് u കണ്ടുപിടിക്കണം. u കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? u is equal to x minus xn by h. ഇവിടെ x എന്ന് പറയുന്നത് എത്രയാണ്? x എന്ന് പറയുന്നത് 2005 ആണ്. 2005 മൈനസ് x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2011 ബൈ h എത്രയാണ്? 10. അപ്പൊ നമുക്ക് 2005 പറയുമ്പോ മൈനസ് 6 വരും. അപ്പൊ മൈനസ് 0.6. അപ്പൊ മൈനസ് 0.6 ആണ് നമ്മുടെ u എന്ന് പറയുന്നത്. ഇനി നമുക്ക് yn എന്ന് പറഞ്ഞാൽ എത്രയാണ്? yn എന്ന് പറഞ്ഞാൽ 41 ആണ്. yn എന്ന് പറഞ്ഞാൽ 41. ഇത് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഡെൽ yn del square yn del cubed yn കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടേബിൾ ഫോം ചെയ്യണം. ആ ടേബിളിൽ നിന്നാണ് ഈ ഡെൽ yn del square yn del cubed yn കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിൾ വരയ്ക്കാൻ പോകണം കേട്ടോ. അടുത്ത ടേബിൾ വരയ്ക്കാം. ടേബിളില് ഫസ്റ്റ് കോളം എക്സ് ആണ്. എക്സ് കോളത്തില് 1961, 1971, 1981, 1991, then 2001, 2011. ഇനി കറസ്പോണ്ടിങ് y എഴുതാം. വൈയുടെ വാല്യൂസ് എന്തൊക്കെയാണ്? വൈയുടെ വാല്യൂ 16, 19, 23, 28, 34, 41. അപ്പോ എക്സ് കോളത്തില് 1061, 71, 81, 91, 2001, 2011. കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂസ് 16, 19, 23, 28, 34, 41. ഇനി നമുക്ക് ഡെൽ വൈ കണ്ടുപിടിക്കണം. ഡെൽ വൈ എന്ന് പറഞ്ഞാൽ 19 നിന്ന് 16 കുറയ്ക്കുക. 19 നിന്ന് 16 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടാം? 19 മൈനസ് 16 3. അടുത്ത 23 നിന്ന് 19 കുറയ്ക്കുക. അപ്പൊ 4. അടുത്ത 28 നിന്ന് 23 കുറയ്ക്കുക. അപ്പൊ 5. 34 നിന്ന് 28 കുറയ്ക്കുക 6. 40 നിന്ന് 34 കുറയ്ക്കുക 7. അപ്പൊ ഫസ്റ്റ് കോളം ഡെൽ വൈയുടെ കോളം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്ത കോളം ഏതാണ്? ഡെൽ സ്ക്വയർ വൈ. ഡെൽ സ്ക്വയർ വൈയുടെ കോളം 4 നിന്ന് 3 കുറയ്ക്കുക 1.
5 ൽ 4 കുറയ്ക്കുക 1, 6 ൽ 5 കുറയ്ക്കുക 1, 7 ൽ 4 കുറയ്ക്കുക 1. ഡെൽ സ്ക്വയർ വൈയുടെ കോളം കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഡെൽ ക്യൂബ്ഡ് വൈയുടെ കോളം. ഡെൽ ക്യൂബ്ഡ് വൈയുടെ കോളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 0 0 0 എല്ലാം നമുക്ക് 0 ഉണ്ട്. അപ്പൊ ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? അപ്പൊ നമ്മള് വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ y of n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ. ഇതാണ് ഈ നമ്മൾ ടേബിൾ വാല്യൂ എടുക്കുമ്പോൾ ഇതാണ് y of n. ഇത് ഡെൽ y n, ഇത് ഡെൽ സ്ക്വയർ y n, ഇത് ഡെൽ ക്യൂബ്ഡ് y n. ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 41 പ്ലസ് u എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? -0.6 ഇൻറ്റു ഡെൽ y n എത്രയാണ്? 7 പ്ലസ് -0.6 ഇൻറ്റു -0.6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഡെൽ സ്ക്വയർ y n എത്രയായിരുന്നു? 1. Therefore, y of x is equal to ആദ്യത്തെ എലമെന്റ് 41 പ്ലസ് രണ്ടാമത്തെ 0.6 into 7, that is equal to -4.2 വരും. -4.2 രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -0.6 into -0.6 plus 1. -0.6 plus 1 എന്ന് പറയുമ്പോൾ 0.4 divided by 2. That is 41 minus 4.2. 4.2. 0.6 into 0.4 എന്ന് പറയുമ്പോൾ 0.24. 0.6 into 0.4 എന്ന് പറയുമ്പോൾ -0.4 minus 0.24 divided by 2. That is 41 minus 4.2 minus 0.24 divided by 2. That is equal to 0.12. 0.12. 41 minus 4.2 0.12 നമുക്ക് കിട്ടുന്ന ആൻസർ 36.68 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോ y of x 2005 ഇത് കിട്ടണമെങ്കിൽ 2005 എത്രയായിരിക്കും? 36.68 ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചത്. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കും കാരണം എന്താണ്? നമ്മുടെ ടേബിളിലെ എൻഡിലെ വാല്യൂസിലാണ് 2005 എന്ന് പറയുമ്പോൾ 2011 അടുത്ത് വരുന്നു. എൻഡിലെ വാല്യൂ വരുന്നതുകൊണ്ടാണ് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചത്. എന്താണ് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല? Pnx is equal to yn plus u del yn plus u into u plus 1 by 2 factorial del square yn u into u plus 1 u plus 2 by 3 factorial del cubed yn plus etc. ഇതിൽ u കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? x minus xn by h. u കണ്ടുപിടിക്കാനുള്ള ഫോർമുല x minus xn by h ആണ്. x എന്ന് പറയുന്നത് എന്താണ്? x എന്ന് പറയുന്നത് 2005 മൈനസ് 2011 ഡിവൈഡഡ് ബൈ h എത്രയാണ്? 10. അപ്പൊ നമുക്ക് -0.6 എന്ന് കിട്ടും യുവിന്റെ വാല്യൂ. പിന്നെ ഡെൽ വൈ എൻ, ഡെൽ സ്ക്വയർ വൈ എൻ, ഡെൽ ക്യൂബ്ഡ് വൈ എൻ കണ്ടുപിടിക്കാനായിട്ട് ടേബിൾ ഫോം ചെയ്യാം. അപ്പൊ ആദ്യം എക്സിന്റെ കോളം എഴുതി, രണ്ടാമത് വൈയുടെ കോളം എഴുതി, ഡെൽ വൈയുടെ കോളം 10 -16 ഇതിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡെൽ വൈയുടെ കോളം കിട്ടും. ഡെൽ സ്ക്വയർ വൈയുടെ കോളം കിട്ടാനായിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുറയ്ക്കാം. 4 - 3 5 6 6 - 5 7 - 6 അടുത്ത് കുറയ്ക്കുമ്പോൾ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ടേബിളിന്റെ വാല്യൂ കിട്ടി. ഈ ടേബിളില് ലോവർ ലെയർ എടുക്കാം. ഇത് ഈ ലെയർ ആണ്. ഇതിനെയാണ് വൈ എൻ എന്ന് പറയുന്നത്. ഇത് ഡെൽ വൈ എൻ, ഇത് ഡെൽ സ്ക്വയർ വൈ എൻ. ഇത് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ എന് വരെ 41 കൊടുത്തു, യുവിന് വരെ -0.6 ഡെൽ വൈ എൻ എന്ന് കൊടുത്തു, 7 കൊടുത്തു, പ്ലസ് യുവിന് വരെ -0.6 പ്ലസ് 1 by 2 ഡെൽ സ്ക്വയർ വൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അടുത്ത ഡെൽ ക്യൂബ്ഡ് വൈ എൻ 0 ആണ്. അപ്പൊ ഇവിടെ തീർന്നു. 41 മൈനസ് ഇവിടെ -4.2 -0.6 into 0.4 divided by 2. അപ്പം 41 minus 4.2 minus 0.24 divided by 2 എന്ന് പറഞ്ഞാൽ 41 minus 4.2 minus 0.12 4.2 0.12 കൂട്ടിയിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ 36.68 എന്ന് ആൻസർ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.